സ്കൂളൊക്കെ പൂട്ടി വെക്കേഷനൊക്കെ ആയതുകൊണ്ടും പിന്നെ ഉത്സവത്തിന് വന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ പാവുമ്പയിലേക്ക് പോയിട്ടില്ല കേട്ടോ. ഞാനും മോനും മലനടയിൽ തന്നെയാണുള്ളത്. അപ്പം മലനടയിലുള്ള ഒരു കുഞ്ഞു വ്ലോഗുമായിട്ട് വന്നേക്കാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്സവത്തിന് ആ വയലിൽ കെട്ടിയിരുന്ന ഗോപുരത്തിൻ്റെ അവശിഷ്ടമാണ് അവരഴിച്ച് പറക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോഴും. അപ്പം കാലത്ത് ഒരുപാട് നേരം ഇങ്ങ് വെളുത്തു. പാർത്തമ്മൻ ഉണർന്നിട്ടില്ല, അവനെ ഞാൻ വിളിച്ചിട്ടുമില്ല. സ്കൂളിലൊന്നും പോകണ്ടല്ലോ. പിന്നെ അമ്മ രാവിലെ തന്നെ അപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പവും കിഴങ്ങേറിയായിരുന്നു ഞങ്ങൾക്ക് രാവിലെ കഴിക്കാനായിട്ട്. അപ്പം അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് അമ്മയ്ക്ക് ജോലിക്ക് പോകണം. അമ്മ ജോലിക്ക് അങ്ങ് പോകും. അപ്പം പിന്നെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാനും മോനും ചാച്ചനുമാണുള്ളത്. ചാച്ചൻ കൃഷിക്കകത്ത് പോയേക്കാണ്. കൃഷി ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. അപ്പോൾ കൃഷിക്കകത്ത് പോയേക്കാണ്. പിന്നെ നമ്മുടെ വീട്ടിലേതായ കുറച്ച് ജോലികളൊക്കെ എനിക്കുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ സുന്ദരിമണിയാണ്. അവളിങ്ങനെ കാത്തിരിക്കുകയാണ് മീൻ വെട്ടുന്നത് നായിട്ട്. അപ്പം ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ടായിരുന്നു. ഇവിടെ പിന്നെ മോട്ടറൊന്നും വെച്ചിട്ടില്ല. അപ്പം നമ്മൾ വെള്ളം കോരി എല്ലാം വെളിയിൽ തന്നെ കൊണ്ടുവച്ച് തന്നെ കഴുകണം. അപ്പം ഞാൻ പാത്രമൊക്കെ കഴുകുന്നതിൻ്റെ ആ ഒരു തിരക്കിലായിരുന്നു. ഇതൊക്കെ എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ എന്താണ് ദാരിദ്ര്യം പറയാൻ വരുവാണോ എന്ന് ചോദിക്കുന്നവരും. ദാരിദ്ര്യമൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ കുറച്ച് പച്ചയായിട്ടുള്ള ജീവിതങ്ങൾ കാണിക്കുന്നതെന്ന് മാത്രം. അപ്പം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പം മീനിൻ്റെ മണം അടിച്ചപ്പോഴത്തേക്കിനും എവിടെയോ പോയതായിരുന്നു ഞങ്ങളുടെ സുന്ദരിമണി. അവൾ ഓടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ അവൾക്ക് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കൊടുത്ത് അവൾ അധികം അങ്ങനെ എങ്ങോട്ടും പോകത്തൊന്നുമില്ല, കട്ടെടുക്കത്തില്ല. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം മാത്രമേ അവൾ കഴിക്കത്തുള്ളൂ. അല്ലാതെ അവൾ കട്ടെടുത്ത് തിന്നോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ മീനൊക്കെ വെട്ടിയതെന്ന് പറഞ്ഞാൽ അയിലയുടെ വേറെ ഒരു ഇനം മീനാണ്. നമ്മുടെ ഇവിടെയൊക്കെ ഈ ഒരു മീനിനെ കണ്ണനയില എന്നാണ് പറയുന്നത് കേട്ടോ. അത് ഒരുതരം അതിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ വലിയതായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ കണ്ണനയില എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ അങ്ങനെയാണ്, ഓരോ നാടുകളിലും ഓരോ പേരായിരിക്കുമല്ലോ പറയുന്നത്. അപ്പം നമ്മുടെ ഇവിടെ പറയുന്നത് കണ്ണനയില എന്നാണ്. അന്നേരം പിന്നെ എന്തായാലും തേങ്ങ അരച്ച് കൂട്ടാൻ വെക്കാമെന്ന് കരുതി. അപ്പം സാധാരണ എല്ലാവരും കറി വെക്കുന്നത് പോലെ തന്നെ സവാള അരിഞ്ഞിട്ടു. പിന്നെ ഉണ്ടമുളക് നമുക്കിവിടെ ഉണ്ട്. ചാച്ചൻ കൃഷി ചെയ്യുന്നിടത്ത് ഉണ്ടമുളകുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എരിക്ക് വേണ്ടി 2 ഉണ്ടമുളക് ഇട്ടാൽ മതി, നല്ല എരിയുള്ള മുളകാണ്. അപ്പോൾ പിന്നെ തക്കാളി ചേർത്തു, ഉണ്ടമുളക് ചേർത്തു. പുളി പിഴിഞ്ഞൊഴിക്കുന്നില്ല, അതിന് പകരമായിട്ട് ഞാൻ 2 തക്കാളി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരപ്പ് തേങ്ങ, അത് മീനിന് ചേർക്കുന്ന അരപ്പ് തന്നെ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയും സംഭവങ്ങളും തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് നല്ല ഫൈനായിട്ട് അരച്ച് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ചാറിനുള്ള രീതിയിലുള്ള വെള്ളവും വെച്ച് നമ്മൾ തിളപ്പിക്കുക. ഞാനിത് ഈ മീനാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഇത് തിളച്ച് ഉടഞ്ഞു പോകുന്ന മീനാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കരുതി എന്നാൽ ഇത് അരപ്പൊന്ന് തിളച്ചതിന് ശേഷം മീനും കറിവേപ്പില എല്ലാം കൂടി ഇടാം. അങ്ങനെ ആയിരിക്കുമല്ലോ, അതായിരിക്കും കറി വെന്ത് കഴിയുമ്പം നമുക്ക് നല്ല കഷ്ണങ്ങളായിട്ട് പറക്കിയെടുക്കാം, ഉടഞ്ഞു പോകത്തുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ അടുപ്പേ വെച്ചേക്കാണ്. അരപ്പ് തിളച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കഷ്ണം പറക്കിയിട്ടത്. അതിനുശേഷം പിന്നെന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് ഇന്ന് കുറച്ച് 2 കഷ്ണം മീനൊന്ന് വറക്കണമായിരുന്നു. പാർത്തമ്മോന് വറക്കുന്നത് ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടി ഞാൻ അങ്ങനെ വറക്കുകയും ചെയ്തു. പിന്നെ മീൻകറി ആയി കേട്ടോ. മീൻകറിക്കകത്ത് പിന്നെ ഇച്ചിരി ഒന്ന് താളിച്ചൊഴിച്ചാൽ മാത്രം മതി. അങ്ങനെ പിന്നെ കടുക് താളിച്ചൊഴിച്ചു, മീൻ വറുത്തു. തോരൻ വെച്ചായിരുന്നു, ഉള്ളിത്തോരനായിരുന്നു വെച്ചത്. പക്ഷേ അത് ഞാൻ വീഡിയോ എടുത്തില്ല, സോറി, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. പിന്നെ കുറച്ച് തുണി കഴുകി ഇടാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് തുണി കഴുകി ഇടുകയും പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഉത്സവം കഴിഞ്ഞതിൻ്റെ ആ ഒരു വിഷമത്തിലാണ് ഇപ്പോഴും മലനട നാട്. ആരും ഇങ്ങനെ ഒരു ഹാപ്പി ആയിട്ടില്ല, എല്ലാവർക്കും സങ്കടത്തിലിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് വന്നേക്കാണ്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ, താങ്ക് യു.